എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പ്ലസ് 1-ലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, എങ്ങനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, റൂൾസ് എന്തൊക്കെയാണ്, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക എന്നുള്ളതൊക്കെ തിയറി പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ അപ്ലിക്കേഷൻസ്, ആ പഠിച്ച റൂൾസ് ഒക്കെ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ വീഡിയോ എന്തായാലും കാണണം. അത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുന്ന കാര്യങ്ങൾ, ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കാണാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ ഫോളോയിങ്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഏതാ? 0.007 മീറ്റർ സ്ക്വയർ. 0.007 മീറ്റർ സ്ക്വയർ. അപ്പം ഇവിടെ ഡെസിമൽ പോയിന്റിന് മുന്നേ ഇത് നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ 1 അല്ലേ? അപ്പോൾ നമ്മുടെ സീറോസ് ആഫ്റ്റർ ദ ഡെസിമൽ പോയിന്റ് ബിഫോർ ദ നോൺ സീറോ ഡിജിറ്റ് ആർ നോൺ സിഗ്നിഫിക്കൻറ്റ് ആണ്. അപ്പോൾ എന്താ ഫസ്റ്റിലുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? ഈ 0യും ഈ 0 എല്ലാം നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പം ഫസ്റ്റിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് പറയുന്നത് ഒറ്റൊന്ന് മാത്രമാണ്. അതേതാണ്? 7. ആ റൂൾസ് കൃത്യമായി പഠിക്കണം. അപ്പം ഡെസിമൽ പോയിന്റ് വന്ന് ഒരു നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് മുന്നേ ഉള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. ഇനി നെക്സ്റ്റ് 2.64 into 10 power 24 kilograms. 2.64 into 10 power 24 kilograms എന്ന് പറഞ്ഞാൽ നമുക്ക് 2.64 അതിന് ശേഷം നമ്മൾ എത്ര 24 zeros അല്ലേ, ഇൻറ്റു 24. അപ്പോൾ 264 ഇൻറ്റു 10 power 22 എന്ന് വരും. അപ്പം 264 കഴിഞ്ഞിട്ട് 22 zeros ആണ് റൈറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ ട്രെയിലിംഗ് സീറോസ് ആർ നോൺ സിഗ്നിഫിക്കൻ്റ് എന്ന് പഠിച്ചിട്ടില്ലേ? ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താ? എൻഡിൽ വരുന്ന സീറോസ്, ഒരു ഫുൾ നമ്പറിൻ്റെ ഡെസിമൽ പോയിൻ്റ് ഒന്നും ഇല്ലാതെ വരുന്ന നമ്പറിൻ്റെ എൻഡിൽ വരുന്ന ട്രെയിലിംഗ് സീറോസ് എല്ലാം നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവും? 1, 2, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. മനസ്സിലായല്ലോ? ഇനി സി 0.2370. അപ്പം ഈ ഡെസിമൽ പോയിന്റ്, ഈ നമ്പർ എന്താണ്? ലെസ് ദാൻ 1 ആണ്. ഈ ഡെസിമൽ പോയിന്റിന് മുന്നേ വരുന്നത് ഈ 0 നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷേ ഡെസിമൽ പോയിന്റ് വരുന്ന നമ്പേഴ്സിൽ റൈറ്റ് സൈഡിൽ നോൺ സീറോ ഡിജിറ്റ്സ് കഴിഞ്ഞ് വരുന്ന നമ്പർ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 2370. അപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. എന്താ റൂൾ നമ്മൾ അപ്ലൈ ചെയ്തത്? അവിടെ നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ 1 and the trailing zero is coming after the non-zero digit coming which is after the decimal points. 3 non-zero നമ്പേഴ്സിന് അതിന് ശേഷമാണ് എന്ത്? 0 വരുന്നത്. അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ആണ് ആസ് പെർ ദ റൂൾ. അതേ റൂൾ വെച്ചിട്ട് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 4th നമ്പറിൽ 6.320. അപ്പം നമുക്ക് എത്ര നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ട്? 1, 2, 3. 6, 3 and 2 നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. അതെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി സീറോൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളൂ അല്ലേ? അപ്പോൾ സീറോൻ്റെ കാര്യത്തിൽ ഇവിടെ എന്താ പറയുക? ഈ സീറോ വരുന്നത് ഡെസിമൽ പോയിന്റിന് ശേഷം നോൺ സീറോ ഡിജിറ്റ്സ് വന്നതിന് ശേഷമാണ് എന്ത്? സീറോ വന്നിരിക്കുന്നത്. അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പം 1, 2, 3, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനി അതേ റൂൾസ് അതിന് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്ത എല്ലാ റൂൾസും കൂടിയിട്ട് 6.032 അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? ഈ 0 വരുന്നത് എപ്പോഴും നമുക്ക് നോൺ സീറോ ഡിജിറ്റ്സ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണെന്ന് അറിയാം. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. പിന്നെ ആകെ പ്രോബ്ലം വരുന്ന എവിടെയാ? 0 വരുന്നതിൽ. 0 വരുന്നത് എവിടെയാ? ഇൻ ബിറ്റ്വീൻ നോൺ സീറോ നമ്പേഴ്സ് ആണ് എന്ത് ഈ 0 വന്നിരിക്കുന്നത്. 6.032 0 വന്നിരിക്കുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ്. അപ്പോൾ ആ റൂള് പ്രകാരം എന്താ? നോ മാറ്റർ വെയർ ദ 0 അപ്പിയേഴ്സ് അല്ലേ? ഏതെങ്കിലും 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിൽ 0 എവിടെ വന്നാലും അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നമ്പർ ദ ക്വസ്റ്റ്യൻ ഇയിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്?
1 2 3 4. അപ്പോൾ ഇവിടെ 0 6 0 3 2 എന്നുള്ളതിൽ ആ 0 സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനി 6032 ഇവിടെ വരുന്നതിലും ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ 6032, അപ്പോൾ അവിടെ 0 വരുന്നത് ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഈ ബാക്കിയുള്ള കുറേ സീറോസ് ഉണ്ട് ഇവിടെ, അത് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് നോക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ റൂൾ എന്തായിരുന്നു? നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ 1 ആൻഡ് ദ സീറോസ് കമ്മിങ് ആഫ്റ്റർ ദ ഡെസിമൽ പോയിന്റ്സ് ബിഫോർ ദ നോൺ സീറോ ഡിജിറ്റ് ദേ ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ഇവിടെ 6ന് മുന്നേ കുറേ സീറോസ് ഉണ്ട്, അതൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. എന്താ ഇവിടെ സപ്പോസ് നമുക്ക് ഇവിടെ ഒരു 1 എന്നുള്ള നമ്പറോ 2 എന്നുള്ള നമ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ സീറോസ് മുഴുവൻ സിഗ്നിഫിക്കൻ്റ് ആവുകയും ചെയ്യും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല, 0 പോയിൻ്റ് ആണ്, ലെസ് ദാൻ 1 ആണ് നമ്പർ. അപ്പോൾ എന്ത് പറ്റും? ആ സീറോസ് നോൺ സിഗ്നിഫിക്കൻ്റ് ആവും. അപ്പോൾ ഇവിടെയും ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? 4 ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റൂൾസ് ആദ്യം നന്നായിട്ട് പഠിക്കണം. ആ റൂൾസ് വായിച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുക, അപ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് നമ്മൾ ഓപ്പറേഷൻസിൽ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ എങ്ങനെ ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് മെറ്റൽ ആർ 4.234 meter and 1.005 meter and 2.01 centimeter respectively. Give the area and volume of the sheet to the correct significant figures. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെങ്ത് ഇസ് ഈക്വൽ ടു 4.234 meter and breadth is equal to 1.005 meter and thickness T is equal to 2.01 centimeter. That's equal to 2.01 into 10 power minus 2 meters. അപ്പോൾ എത്ര വരും? 10 power minus 2 meter. നമ്മുടെ സെൻറ്റിമീറ്ററിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം, ബാക്കിയെല്ലാം മീറ്ററിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, 4.234 into 1.005. Length, breadth and thickness of a rectangular sheet of metal. Give the area and volume of the sheet to the correct significant figures. അപ്പോൾ ഇത് ഒരു ഷീറ്റാണ്. ഷീറ്റിന് 2 സർഫസ് ഉണ്ടാവില്ലേ? 2 സൈഡിലുള്ള ഏരിയാസ് വരും. 2 സർഫസ് ഏരിയ വരും. ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ റെക്ടാങ്കിൾ വരക്കണതല്ലല്ലോ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു 3 dimensional ഫിഗർ ആണല്ലോ. തിക്നെസ് വളരെ കുറവായിരിക്കും, പക്ഷേ എന്നാലും ഇതിന് 2 സർഫസ് ഏരിയാസ് വരും. തിക്നെസ് ഭയങ്കര കുറവായിരിക്കും, അതിനാണ് നമ്മൾ എന്ത് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 സർഫസ് ഏരിയ കൂട്ടണം. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാല്യൂ വരുന്നത്, കറക്റ്റ് വാല്യൂ ആഫ്റ്റർ ഫുൾ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് എന്താ വെച്ചാൽ 8.511034 മീറ്റർ സ്ക്വയർ. ഇനിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോണത്, എന്ത് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പോണത്. ഇതിനെ എത്ര സിഗ്നിഫിക്കൻറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പം ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ് വരുന്നത്? 1 2 3 4 അല്ലേ? 1 2 3 4 ബ്രെഡ്ത്തിലായാലും 1 2 3 4 ആണ് വരുന്നത്. അപ്പോൾ എത്രയാണ്? അപ്പോൾ നമുക്ക് 8.511034. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ, റൗണ്ട് ഓഫ് ചെയ്യുന്ന റൂൾസ് ഓർമ്മയുണ്ടല്ലോ, 8.510. ഇതാണ് എന്ത് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരിക നമുക്ക് ആൻസറിൽ. അപ്പോൾ ഇത്രയാണ് എന്ത് ഏരിയേൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? ഇനി വോള്യം വി ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പം 4.234 into 1.005 into 2.01 into 10 power minus 2. ഇവിടെ നമ്മൾ ചെയ്യുമ്പം കെയർഫുൾ ആയിരിക്കണം. ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പർ കണ്ടുപിടിക്കണം. 2.01 into 10 power minus 2 എന്ന് പറഞ്ഞാൽ അത്ര വരും? 0.0201. അപ്പോൾ 1 2 3 4. ഓക്കെ, ഇവിടെയും നമ്മൾ എത്രയുണ്ട്? ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. ഈ 201 മാത്രമേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പം 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് റൗണ്ട് ഓഫ് ചെയ്യണം. മറ്റേ 2 കാര്യങ്ങളിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
ലെങ്ത്തും ബ്രെഡ്ത്തും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് രണ്ട് നമ്പേഴ്സിലുള്ളത്. അതുകൊണ്ട് നമുക്ക് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് റൗണ്ട് ഓഫ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എന്താ 2.01 × 10⁻²ന് നമ്മൾ ഡെസിമൽ പോയിന്റിൽ എഴുതിയ എത്ര വരും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 201. അല്ലെങ്കിൽ ഇവിടെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുക 201. 10⁻² എന്ന് പറയുമ്പം അത് ഡെസിമൽ പോയിന്റിന് ശേഷമല്ലേ വരുന്നത്. ആ സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല നമ്മുടെ റൂൾ പ്രകാരം. അപ്പോൾ ഈ നമ്പർ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇത് വരുന്നത് 8.55289 × 10⁻² എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതെത്ര വരും? അപ്പോൾ നമുക്ക് 0.085529 m³ എന്ന് വരും. വോള്യൂം ആണല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾ പ്രകാരം മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ ഫൈനൽ ആൻസർ ഷുഡ് ബി വിത്ത് ദ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആസ് ഗിവൺ ഇൻ ദ വാല്യൂസ് വി മൾട്ടിപ്ലൈഡ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 2.01 × 10⁻²ന് നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. അപ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യും? ഇത് 0.0855 ഇത്രയും വരും. 0 സിഗ്നിഫിക്കൻ്റ് അല്ലല്ലോ. അപ്പോൾ 0.0855 m³. ഇതെന്താണ്? വോള്യമാണ്. അതിനുശേഷം 2 ആണ് നമ്പർ വരുന്നത്. 2 is less than 5, so we can just leave the answer at 0.0855 m³. അപ്പോൾ ഓർമ്മിക്കുക, മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷനിൽ നമ്മൾ പിന്നെ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം വാല്യൂസ് ഫൈനൽ റിസൾട്ടിന്. ഓക്കെ, ഇനി അടുത്തത് ഒരു അഡീഷൻ സബ്ട്രാക്ഷൻ്റെ ചെയ്യാം. ദ മാസ് ഓഫ് എ ബോക്സ് മെഷേർഡ് ബൈ എ ഗ്രോസേഴ്സ് ബാലൻസ് ഇസ് 2.300 kg. നമുക്കിവിടെ 2.300 എന്ന് പറയുമ്പോൾ അവിടെ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. നോൺ സീറോ ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. The gold piece of masses 20.15 gram and 20.17 gram are added to the box. What is the total mass of the box and the difference in the masses of the pieces to correct significant figures? അപ്പോൾ ടോട്ടൽ മാസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മാസ് ഓഫ് ദ ബോക്സ് മെഷേർഡ് ബൈ എ ഗ്രോസേഴ്സ് ബാലൻസ് ഇസ് 2.300 kg. Gold pieces of masses 20.15 gram and 20.17 gram are added to the box. അപ്പോൾ എന്ത് പറ്റും? ആ 2.3000 അതിൻ്റെ കൂടെ ബാക്കി തന്ന ഗോൾഡിൻ്റെ മാസൊക്കെ ആഡ് ചെയ്യാം. ടോട്ടൽ മാസ് ഇസ് ഈക്വൽ ടു, നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ 11th എത്തിയിട്ട് നമ്മൾ എന്തിനാ ഈ അഡീഷൻ പഠിക്കണമെന്ന് അല്ലേ? പക്ഷേ ഇവിടെ റൂള് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. 2.300 പ്ലസ് 20.15 പ്ലസ് 20.17. വീഡിയോ പോസ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ആൻസർ നോക്കിയാൽ മതി, ഡയറക്റ്റ് ഒന്ന് കോപ്പി ചെയ്യണ്ട. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 2.3442 kilograms വരും. ഇനി ഇതിൽ എത്രയാ ഇതിൽ അഡീഷൻ സബ്ട്രാക്ഷൻ്റെ റൂൾസ് ഇത്തിരി ഡിഫറെൻ്റ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ നമ്മൾ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്കാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുക. പക്ഷേ അഡീഷൻ സബ്ട്രാക്ഷൻ വരുമ്പോഴേക്ക് ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റ്സിലേക്ക് വരണം. ഡെസിമൽ പോയിൻറ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ ഈ 00 നമ്മൾ കൺസിഡർ ചെയ്യാറില്ല അല്ലേ? ഡെസിമൽ പോയിൻറ്റ് 2.3 അതിന് ശേഷമുള്ള 00 വരുമ്പോൾ നമ്മൾ അതിന് ഡെസിമൽ പോയിൻറ്റിൽ നമ്മൾ കൗണ്ട് ചെയ്യില്ല. അപ്പോൾ ഇതിൽ എത്രയാണ് ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റ്സ് വരുന്നത്? 1. മറ്റേതിൽ രണ്ട് ഡെസിമൽ പോയിൻ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ 1 ഡെസിമൽ പോയിൻറ്റിലേക്ക് നമ്മൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ 2.3 വരും. 4 അല്ലേ? അപ്പോൾ അത് നമ്പർ ലെസ് ദാൻ 5 ആയത് കാരണം നമുക്ക് നമ്പർ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 2.3 kilograms ആണ് എന്ത് കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്കുള്ള റൗണ്ടിങ് ഓഫ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? The difference in the masses of the pieces to correct significant figures. Difference in the pieces of masses എത്രയാ? 2.17 minus 2.15 അതെത്ര വരും? 0.02 kilogram. അപ്പോൾ ഇവിടെയുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തതിൽ എത്ര ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ട്? 2 ഡെസിമൽ പോയിൻറ്റ്സ് ആണ്. രണ്ടിലുള്ളത് 2 ഡെസിമൽ പോയിൻറ്റ്സ് ആണ്.
അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഒന്നും മാറ്റാനില്ല. ഇവിടെ കിലോഗ്രാം അല്ല, സോറി, ഗ്രാംസിലാണ് തന്നിരിക്കുന്നത്. ഇതാണ് ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ്. അപ്പോൾ 2.300യും ഇത് ഗ്രാംസിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഗ്രാംസിൽ കൺവേർട്ട് ചെയ്യണേ, ഗ്രാംസിൽ. അപ്പോൾ ഇത് ഫൈനൽ ആൻസർ കിലോഗ്രാം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഗ്രാമിലാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. 2.17 മൈനസ് 2.15 നമ്മൾ 0.02 ഗ്രാംസ് ആണ് അവിടെ ആൻസർ വരുന്നത്. രണ്ടും നമ്മൾ ഗ്രാംസിൽ തന്നെയാണ് സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ രണ്ട് എന്താ പറയുക, ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റ്സ് രണ്ട് ഡെസിമൽ പോയിന്റിലേക്കാണ് ഉള്ളത്. അപ്പോൾ 0.02 ഗ്രാംസ് തന്നെയാണ്. അവിടെ ഇനി റൗണ്ട് ഓഫ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് സെയിം വാല്യൂ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അഡീഷൻ സബ്ട്രാക്ഷനിൽ ഓർമ്മിക്കുക. അഡീഷൻ സബ്ട്രാക്ഷനിൽ നമ്മൾ തന്നിരിക്കുന്ന ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റ്സിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കുറച്ച് MCQs നോക്കാം. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.6900. അപ്പോൾ ഈ 2 0 നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്, മറ്റ് 2 0സും സിഗ്നിഫിക്കൻറ്റുമാണ്. അപ്പോൾ എത്ര വരും? 1 2 3 4 വരും. അപ്പോൾ എത്ര ആൻസർ? 4. The sum of the numbers 436.32, 227.2 and 0.301 in appropriate significant figures is. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് എന്താ, ഇവിടെ പല നമ്പേഴ്സ്. ഇനിയിപ്പോൾ ഇത് MCQ ആണ്, നമ്മൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരാൻ പോകില്ല. പക്ഷേ ആഡ് ചെയ്ത് നോക്കോളൂ. 663.821, 664, 663.8, 663.82. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഞാനിവിടെ എഴുതാം. 663.821. ഇതാണ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ, ഇത് അഡീഷൻ ആണ്, തന്നിരിക്കുന്ന വാല്യൂസിൽ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ് എത്രയാ? 27.2ൽ 1 ഡെസിമൽ പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. ആ 1 ഡെസിമൽ പോയിന്റിൽ റൗണ്ട് ഓഫ് ചെയ്യണം നമ്മൾ. അതെങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഇത്രയും, അതിന് ശേഷമുള്ള നമ്പർ എത്രയാണ്? 2 അല്ലേ? അപ്പോൾ എത്ര വരും? 663.8 സി 663.8 വരും. അപ്പോൾ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് സെയിം, എത്രയാണോ ആഡ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് അത് അതേപോലെ കൊടുത്തിരിക്കുകയാണ് ഓപ്ഷൻ എ. അപ്പോൾ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 663.8 എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി the mass and volume of a body are 4.237 grams and 2.5 centimeter cube respectively. The density of the material of the body in correct significant figure is. അപ്പോൾ എങ്ങനെ ഡെൻസിറ്റി കാണുക? ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു മാസ് ബൈ വോള്യം. അപ്പം മാസ് തന്നിരിക്കുന്നത് എത്രയാ? 4.237 ഗ്രാംസ് ഡിവൈഡഡ് ബൈ 2.5 സെൻറ്റിമീറ്റർ ക്യൂബ്. നമ്മളിവിടെ ഗ്രാംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബിൽ കിട്ടും ആൻസർ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പം കാൽക്കുലേറ്റ് ചെയ്യുക. 1.6948 ഗ്രാംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഡിവിഷൻ ആണ്. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനിലും വി ഹാവ് ടു റൗണ്ട് ഇറ്റ് ഓഫ് ടു ദ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്പറിൽ 1 2 3 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്. സെക്കൻഡ് നമ്പറിൽ 2.5, അതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 2 ഡെസിമൽ പോയിന്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ 69 എന്നുള്ളത് 9 is greater than 5. അപ്പം നെക്സ്റ്റ് അതിൻ്റെ പ്രെഡിസസർ എന്ത് ചെയ്യണം? 1.7 ഒരു നമ്പർ ഇൻക്രീസ് ചെയ്യും. അപ്പം 1.7 ഗ്രാംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇങ്ങനെയാണ് നമ്മളിതിനെ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. ഇനി ഒരു സെറ്റ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. The numbers 2.745 and 2.735 on rounding off to 3 significant figures will give. അപ്പോൾ ഇവിടെ നമ്മൾ റൗണ്ടിങ് ഓഫിൻ്റെ റൂൾ പഠിച്ചത് ഓർമ്മിക്കാം. റൗണ്ടിങ് ഓഫിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിലേക്ക് 274 ആ ഒരു റേഞ്ചിലാണ് അത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരിക. അപ്പോൾ ലാസ്റ്റുള്ള നമ്പർ എന്താ? 5 ആണ്. രണ്ട് നമ്പറിലും 5 ആണ്. അപ്പോൾ 2.745 ഈ 5 വന്നു കഴിഞ്ഞാൽ if the previous number is even, we have to leave it as it is.
If the previous number is odd, then we have to increment that number by 1. അതാണ് എന്ത് റൗണ്ടിങ് ഓഫിൻ്റെ റൂള്. 5 ലാസ്റ്റ് നമ്പർ അല്ലെങ്കിൽ അൺസർട്ടൻ ഡിജിറ്റ് 5 ആണെങ്കിൽ അതിന് മുന്നത്തെ നമ്പർ ഈവൺ ആണെങ്കിൽ നമ്മൾ അതുപോലെ വെക്കും. മുന്നത്തെ നമ്പർ ഓഡ് ആണെങ്കിൽ അതിനെ പിന്നെ ഒരു നമ്പർ ഇൻക്രീസ് ചെയ്യുക. അപ്പം ഇവിടെ എന്താ 5ന് മുന്നേ ഉള്ളത് 4 ആണ്, അത് ഈവൺ ആണ്. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? അത് അതുപോലെ വെക്കാം, ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. അതേപോലെ 2.735 ആണെങ്കിൽ ഈ 5ൻ്റെ മുന്നേ ഉള്ളത് ഇതെന്താ ഓഡാണ് അല്ലേ? ഓഡാണ്. ഏത് 3 എന്നുള്ള ഡിജിറ്റ് ഓഡാണ്. അപ്പം എന്ത് ചെയ്യണം? അപ്പം നമ്മൾ അതിൻ്റെ നമ്പർ ഒന്ന് ഇൻക്രീസ് ചെയ്യുക, 74 എന്ന് കൊടുക്കുക. അപ്പം 2.74 ആൻഡ് 2.74 ആണെന്ത് അതിൻ്റെ റൗണ്ടിങ് ഓഫ് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി ഒരു അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇത് എററും എല്ലാം കൂടിയിട്ടുള്ളതാണ്. The length and breadth of a rectangular sheet are 16.2 cm and 10.1 cm respectively. The area of the sheet in appropriate significant figures and error is. അപ്പം ഫസ്റ്റ് നമ്മൾ എററിൻ്റെ കൺസെപ്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, അതിൻ്റെ കൂടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൂടി ഉണ്ട്. അപ്പം ലെങ്ത്ത് ബ്രെഡ്ത്ത്, അപ്പം നമ്മൾ ഇതിൻ്റെ ഏരിയ എന്നുള്ളത് ആദ്യമുള്ള ഷുവർ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 16ഉം 16.2ഉം 10.1ഉം ആണ്. അപ്പം നമുക്ക് ലെങ്ത്ത് ഇസ് ഈക്വൽ ടു 16.2 പ്ലസ് ഓർ മൈനസ് 0.1 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് ഞാൻ പ്ലസ് ഓർ മൈനസ് 0.1? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 0.1 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ പോയിൻ്റ് എത്രയാണ്? ഒറ്റൊരു ഡെസിമൽ പോയിൻ്റാണ്. അപ്പോൾ അതിലുള്ള എറർ എത്രയാണ് വരിക? ഒരു ഡെസിമൽ പോയിൻറ്റിലുള്ള എറർ പ്ലസ് ഓർ മൈനസ് 1 ഡെസിമൽ പോയിൻറ്റിനുള്ള എററാണ് എന്ത് 0.1 എന്ന് എടുക്കാൻ പറ്റുന്നത്. അതേപോലെ ബ്രെഡ്ത്തിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അവിടെ ഒറ്റ ഡെസിമൽ പോയിൻ്റേ ഉള്ളൂ. 2 ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ പ്ലസ് ഓർ മൈനസ് 0.01 എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ 10.1 പ്ലസ് ഓർ മൈനസ് 0.1 സെൻറ്റിമീറ്റർ ആണ് എന്ത് ബ്രെഡ്ത്ത്. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ എത്ര വരും? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ആദ്യം ഉള്ളത് നമ്മൾ വിത്തൗട്ട് എറർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 16.2 ഇൻറ്റു 10.1 വരും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 163.62 സെൻറ്റിമീറ്റർ സ്ക്വയറിന് വരും. പക്ഷേ ഇവിടെ വിത്ത് എറർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എറർ കൂടി എഴുതണം. അപ്പോൾ നമുക്കിവിടെ ഒരു 163.62 എന്ന് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ എത്ര വരും? റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 163 എന്നുള്ളതിൻ്റെ കൂടെ ഇവിടെ ഡെസിമലിൽ 6 ആണുള്ളത്. ആ നമ്പർ എത്രയാണ്? ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ നമുക്കിതിനെ 164 സെൻറ്റിമീറ്റർ സ്ക്വയറിന് റൗണ്ട് ഓഫ് ചെയ്യാം. ഇനിയുള്ള എറർ എത്രയാണ് വരിക? നമ്മുടെ ഡെൽറ്റ എ ബൈ എ റിലേറ്റീവ് എറർ ഇവിടെ കാണണം. ഇത് രണ്ടും സിഗ്നിഫിക്കൻറ്റ് ഫിഗറും എററും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്ലിക്കേഷനിലുള്ള എറർ ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഓർമ്മയില്ലേ എററിൽ കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൽ പഠിച്ചത്? ഡെൽറ്റ എൽ എത്രയാണ്? 0.1 ഡിവൈഡഡ് ബൈ എൽ എത്രയാണ്? 16.2 പ്ലസ് 0.1 ഡിവൈഡഡ് ബൈ 10.1. അപ്പോൾ ഇത് LCM ഒക്കെ എടുത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ വരുന്നത് 2.63 ഡിവൈഡഡ് ബൈ 163.62 എന്ന് വരും. ഇനി ഇത് ഡെൽറ്റ എ ബൈ എ ആണ്. നമുക്ക് എറർ എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു 1. ഈ എനെ നമ്മൾ ആ സൈഡിലേക്ക് കൊണ്ടുപോകാം. എ എത്രയാ? ഏരിയ കിട്ടിയിരിക്കുന്നത് എത്രയാ? 164. അപ്പോൾ 164 ഇൻറ്റു 2.63 ഡിവൈഡഡ് ബൈ 163.62. അപ്പോൾ ഇവിടെ നമ്മൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന വാല്യൂ അറൗണ്ട് 2.63 എന്ന് വരും, സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഈ എത്ര ഡെസിമൽ പോയിൻറ്റിന് വന്നിരിക്കുന്നത്? 2.63 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. അപ്പോൾ ഈ 2.63 എന്നുള്ളത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. പിന്നെ നമ്മൾ ഒരു ഡെസിമൽ പോയിൻറ്റിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെൽറ്റ എ എന്നുള്ള വാല്യൂ ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു ഇതിന് ഒറ്റൊരു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിലേക്ക് മാറുമ്പോൾ എത്ര വരും? 3 എന്ന് വരും. 3 സെൻറ്റിമീറ്റർ സ്ക്വയറിന് വരും. അപ്പോൾ നമ്മുടെ ആക്ച്വൽ വാല്യൂ എത്രയാണ്? 164 പ്ലസ് ഓർ മൈനസ് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ 2.63 അല്ലെങ്കിൽ
2.63 എന്നുള്ള ആൻസർ വരുമ്പോൾ എങ്ങനെ ഞാൻ 3 എന്നെടുത്തത് നമ്മൾ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിലേക്ക് മാറ്റണം നമ്മുടെ എററിന്. എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എറർ ഇസ് ഈക്വൽ ടു 164 ആണ് എന്ത് നമ്മുടെ ഏരിയ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് നമ്മൾ ഡെൽറ്റ എനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തു ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിൽ. എററിൻ്റെ എല്ലാ വാല്യൂ എത്രയാണ് വരുന്നത്? ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റേ വരുന്നുള്ളൂ. ഒരു ഡെസിമൽ പോയിൻറ്റും ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റുമാണ് എന്ത് എററിൽ വരുന്നത്. അപ്പോൾ അവിടെ ഡെൽറ്റ എ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. അപ്പം 164 ആണ് ആക്ച്വൽ ഏരിയ കിട്ടിയത്. പിന്നെ അതിൽ പോസിബിൾ ആയിട്ടുള്ള എറർ ±3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് കോമ്പിനേഷൻ ഓഫ് എററും സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും കൂടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എല്ലാ ഓപ്പറേഷൻസും ഇവിടെ ചെയ്തിട്ടുണ്ട്. ബേസിക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചെയ്തു, അഡീഷൻ സബ്ട്രാക്ഷൻ ക്വസ്റ്റ്യൻ ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്തു. പിന്നെ വേറെ ഉള്ളൊരു ഇത് കുറച്ച് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് എററിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് റൗണ്ട് ഓഫ് ചെയ്യാം എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ബുക്കിലേക്ക് എഴുതി എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി വരാൻ പോകുന്നത് ഡയമെൻഷൻസ് എന്നുള്ള കൺസെപ്റ്റാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഡയമെൻഷൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഈ ചാപ്റ്ററത്തെ. ഇത്തിരി ലെങ്തി, നിങ്ങൾ ഇതുവരെ പഠിക്കാത്തൊരു സംഭവമാണ് ഡയമെൻഷൻസ് എന്നുള്ളത്. അപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനൊക്കെ ഇവിടെ കഴിഞ്ഞു. ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സോടുകൂടി അത് കഴിഞ്ഞു. ഈ ഡയമെൻഷൻസ് വെച്ചിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ യൂസ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് വരും. ഓക്കെ, അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ ഡയമെൻഷൻസ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ.